കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയത്തെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാം തകർച്ച അനുഭവിക്കുമ്പോൾ, തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണുപോകുന്ന സാഹചര്യം വരുമ്പോൾ, മനുഷ്യരാരെയും നമ്മെ സഹായിക്കാനില്ലെങ്കിലും നമ്മെ കരുതുന്ന, നമുക്ക് കരം തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. കർത്താവിന് സ്തോത്രം. എപ്പോഴാണ് തകർച്ച അനുഭവിക്കുന്നത്? നമുക്കറിയാം, തകർച്ച എന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തകരുകയല്ല സംഭവിക്കുന്നത്. മറിച്ച് നാം ഒറ്റപ്പെടുകയും നമ്മുടെ ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ പലരും ഒഴിഞ്ഞു പോകുകയും മാറി നിന്ന് പലതും പറയുകയും ചെയ്യുമ്പോൾ അവിടെയാണ് നാം പതുക്കെ തകർച്ചയിലേക്ക് മുമ്പോട്ട് പോകുന്നത്, മൂവ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഈ ദൈവത്തിൻ്റെ സന്ദേശം പരിശുദ്ധാത്മ കൈമാറുമ്പോൾ, തകർച്ചയിൽ നിന്ന് കരം തരുന്ന ഏതു തകർച്ചയുടെ അനുഭവങ്ങളിലും ആരൊക്കെ വിട്ടിട്ട് പോയാലും, ആരൊക്കെ മാറി നിന്നാലും മാറി നിൽക്കാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ കരം ചലിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അവർക്ക് സ്തോത്രം എന്ത് ചെയ്തു? മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അങ്ങനെ ചെയ്തപ്പോൾ, യേശു കർത്താവിൻ്റെ വാക്കിന് വില കൊടുത്തപ്പോൾ, യേശു കർത്താവിൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറായപ്പോൾ, പത്രോസിൻ്റെ പടകിനകത്ത് വലിയ സന്തോഷത്തിൻ്റെ തകർച്ച കണ്ടുകൊണ്ട് നിന്ന, ഒരു രാത്രി മുഴുവനും ഗെന്നസരേത്ത് തടാകത്തിൽ തകർച്ച മാത്രം അനുഭവിച്ച്, തകർച്ച മാത്രം കണ്ടുകൊണ്ട് നിന്ന പത്രോസിൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്ന സ്തോത്രം ദൈവപ്രവൃത്തി കാണുകയാണ്. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം കൈമാറുമ്പോഴും നാം എത്ര കാലമായി തകർച്ച കാണുന്നു? എത്ര കാലമായി ഈ തകർച്ച കൊണ്ട് സ്തോത്രം എനിക്കൊരു രക്ഷയില്ലേ, എനിക്കിതിനകത്തുനിന്ന് കരകയറാൻ കഴിയത്തില്ലേ എന്ന് വളരെ പ്രാർത്ഥിക്കുകയും സ്തോത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓരോ ദിനവും ഓരോ ദിവസവും തകർച്ച മാത്രം മുന്നിൽ വന്ന് ഭവിക്കുകയും തകർച്ചയിലൂടെ തന്നെ പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, ഇന്ന് ഈ സന്ദേശം വളരെ വളരെ സ്തോത്രം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് എന്താണ്, എന്നോട് ദൈവത്തിന് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് ചെവി കൂർപ്പിക്കുവാനിടയായി തീരണം. പലപ്പോഴും ദൈവശബ്ദം കേൾക്കാതിരിക്കുമ്പോഴാണ്, പലപ്പോഴും ദൈവശബ്ദം നമ്മളോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോഴും അതിന് നാം വിധേയപ്പെടാതെ, അതിന് നാം ഒരുക്കപ്പെടാതെ, നാം നമ്മുടേതായ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടേതായ ഇഷ്ടത്തിന് സഞ്ചരിക്കുമ്പോഴാണ് വലിയ തകർച്ചകളിലേക്ക് വന്ന് ഭവിക്കുവാനിടയായിത്തീരുന്നത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇവിടെ തിരുവചനം വായിക്കുന്നത്, അവർ അങ്ങനെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവശബ്ദത്തിന് അവർ ചെവി കൊടുക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ഈ സമയത്ത് കൈമാറുന്നു. ദൈവശബ്ദത്തിന് നാളിതുവരെ ചെവി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നാളിതുവരെ നാം നമ്മുടേതായ ചിന്തകളിലും പലരുടെയും അഭിപ്രായങ്ങൾക്കകത്തും സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാൻ തയ്യാറാകുന്നവനെ ഏതു തകർച്ചയുടെ പടുകുഴിക്കകത്തു നിന്നും, ഏതു പരാജയത്തിൻ്റെ പടുകുഴിക്കകത്തു നിന്നും കരം പിടിച്ചു കയറ്റുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവശബ്ദത്തിനാണ് നാം വില കൊടുക്കേണ്ടത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ വായിക്കുന്നത്, അവർ അങ്ങനെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ രാത്രി മുഴുവനും ഗെന്നസരേത്ത് തടാകം പത്രോസിൻ്റെ ജീവിതത്തിൽ പറഞ്ഞു, നീ ഒരു പരാജയമാണെന്ന് പറഞ്ഞു. പത്രോസിൻ്റെ ജീവിതത്തിൽ നോക്കിയിട്ട് ആ ഗെന്നസരേത്ത് തടാകം പറഞ്ഞത്, നീ ഇനിയും ഒരു രാത്രി അല്ല എത്ര രാത്രി പരിശ്രമിച്ചാലും ഈ ഗെന്നസരേത്ത് തടാകം നിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട് തന്നെ, നിൻ്റെ മുമ്പിൽ പരാജയങ്ങളെ സ്തോത്രം നൽകത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ആ പരാജയത്തിൻ്റെ നടുവിലും യേശു കർത്താവ് അവൻ്റെ പടകിനകത്തേക്ക് കയറി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, പലരും നമ്മുടെ വീഴ്ചകളും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ കണ്ടിട്ട് പലരും അഭിപ്രായങ്ങൾ മാറി നിന്ന് പറഞ്ഞത് ഇപ്രകാരമാണ്: യേശു നിന്നെ കൈവിട്ടു, ദൈവം നിന്നെ
കൈവിട്ട് കളഞ്ഞു, നീ വലിയൊരു പാപിയാണ്, ദൈവം ഇനി നിന്നോട് മനസ്സലിയത്തില്ല എന്ന് പലരും അഭിപ്രായം പറഞ്ഞപ്പോഴും പത്രോസെ, താങ്കളോടും അഭിപ്രായം പറഞ്ഞത് ദൈവം കൈവിട്ടുകൊണ്ടായിരിക്കാം ഈ പരിചയങ്ങൾ മുഴുവനും പരാജയത്തിലേക്ക് പോകുന്നത്. പരിശ്രമിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ജീവിതം ഇനി എങ്ങനെ മുൻപോട്ട് പോകും, മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പലപ്പോഴും ആവലാതിയിൽ വേദനയോടെ പറഞ്ഞ ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെടുന്നു. ഗന്നസരത്ത് ഒരു പരാജയമാണെന്ന് പലരും അഭിപ്രായം പറഞ്ഞേക്കാം. ഗന്നസരത്തിൽ നീ ഒരു പരാജയപ്പെട്ടവനായിട്ട് തലകുനിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നും പത്രോസെ താങ്കളെ നോക്കി പലരും അഭിപ്രായം പറഞ്ഞേക്കാം. എന്നാൽ ഗന്നസരത്തിൽ പരാജയം കണ്ടെടുത്ത് തന്നെ വിജയത്തിൻ്റെ ജയക്കൊടികളും വീശുവാൻ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസ് വല കഴുകുന്നത് കണ്ട് പത്രോസിൻ്റെ പടകേഷു ചോദിക്കുകയാണ്, അതെ എനിക്കിതിൻ്റെ പടക് വേണമെന്ന് ചോദിച്ച് ആ പടകിനകത്ത് കയറി ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ വല കഴുകി സ്തോത്രം വീട്ടിൽ പോകാൻ നിന്ന പത്രോസ് മുഖം താഴ്ത്തി തല കുനിച്ച് എന്തു ചെയ്യണമെന്നുള്ള വല്ലാതെ വേദനയിൽ ഒരു പക്ഷേ ആയിരുന്നിരിക്കാം. പക്ഷേ ആ സന്ദർഭങ്ങളിൽ ഉപദേശിക്കുന്നതിൻ്റെ ഇടയിലും യേശു അവന് വേണ്ടിയിട്ടുള്ളത് അവൻ്റെ പടകിൻ്റെ അരികിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. ഇന്ന് സന്ദേശം കൈമാറുമ്പോൾ നാം പരാജയപ്പെട്ട് സ്തോത്രം വല്ലാതെ തകർച്ച കണ്ട് വേദനപ്പെട്ടിരിക്കുന്നെങ്കിൽ തല കുനിച്ച് വീട്ടിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തോത്രം ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നവന് വേണ്ടി തല ഉയർത്തി നിൽക്കാൻ ദൈവത്തിൻ്റെ സ്തോത്രം കരം ചലിക്കുവാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. പ്രിയരെ, പലരുടെ അഭിപ്രായം നീ വെറും കൈയോടെ വീട്ടിൽ തിരിച്ചു പോകും, നീ വെറും കൈയോടെ ഇന്ന് വീട്ടിലേക്ക് മടങ്ങുന്നത്. പത്രോസേ, നീ പ്രാർത്ഥിക്കാൻ പോയിട്ടൊക്കെ നീ ഇങ്ങനെ പരാജയപ്പെട്ടവനാകുകയാണല്ലോ എന്ന് പറഞ്ഞവരുടെ മുൻപിൽ തലകുനിക്കുമെന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ തലകുനിക്കാൻ അനുവദിക്കാതെ ആ ഗന്നസരത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത നന്മ കണ്ട് അതുമായി മടങ്ങിപ്പോകുന്നൊരു പത്രോസിനെ അവിടെ കാണാൻ കഴിയുന്നു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും നാളിതുവരെ വലിയ തകർച്ച കണ്ട് പരാജയം കണ്ട് വേദന കണ്ട് അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ചിലരെ നോക്കി ദൈവാത്മ പറയുന്നു, തകർച്ചയിൽ കരം തരുന്നൊരു ദൈവമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.